പ്രതിഷേധങ്ങൾ ഭയന്ന് പിണറായി സർക്കാരിന്റെ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിന്ന് പിന്മാറി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. നിരന്തരം ഹൈന്ദവ ആചാരങ്ങളെ അവഹേളിക്കുന്ന സ്റ്റാലിൻ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. സർക്കാരിന് വൻ തിരിച്ചടിയായിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പിന്മാറ്റം. സ്റ്റാലിൻ പങ്കെടുക്കുന്നതിലെ ഹിന്ദു വിരുദ്ധത തുറന്നുകാട്ടിയത് ജനം ടിവി ആയിരുന്നു. സ്റ്റാലിന് പകരം തമിഴ്നാട് ദേവസ്വം മന്ത്രിയാണ് പരിപാടിക്ക് എത്തുക. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഒരുപക്ഷെ ഭക്തരുടെ ആ ഒരു വെല്ലുവിളി മനസ്സിലാക്കിയിരിക്കുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, നിരന്തരം ഹിന്ദു വിരുദ്ധ വികാരമാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും വച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഇവർ അതിഥികളായി വരികയാണെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകും എന്ന് ഒരു മുന്നറിയിപ്പ് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഈ ഒരു പിന്മാറ്റം? ഇതിൽ ശരിക്കും സംസ്ഥാന സർക്കാർ നാണം കെടുന്ന ഒരു സാഹചര്യം കൂടി കാണുകയല്ലേ? രോഹിണി, ആഗോള അയ്യപ്പ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിട്ടാണ് സ്റ്റാലിനെ കൊണ്ടുവരാൻ സർക്കാർ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുകയും ചെയ്തു. വലിയ സംഭവം എന്ന നിലയിലെല്ലാമായിരുന്നു സർക്കാരിന്റെ വാദഗതികൾ സ്റ്റാലിനെ കൊണ്ടുവരുന്നത്. സ്റ്റാലിൻ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളായതോടുകൂടി തന്നെയാണ്, അതായത് ദേവസ്വം മന്ത്രി നേരിട്ട് ചെന്നൈയിലെത്തിയായിരുന്നു സ്റ്റാലിനെ ക്ഷണിച്ചത്. ഈ ചടങ്ങിലേക്ക്, അയ്യപ്പ സമ്മേളനത്തിലേക്ക് മുഖ്യാതിഥിയായി എത്തണമെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്തത് ദേവസ്വം മന്ത്രി വി എം വാസവൻ നേരിട്ടെത്തിയ ക്ഷണിച്ചത്. തുടർന്നാണ് സ്റ്റാലിൻ എത്തുമെന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾ പറയുന്നത്. ഇതിനു പിന്നാലെയാണ് ഹൈന്ദവ സംഘടനകളും വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചത്. കാരണം നിരന്തരം ഹിന്ദു വിരുദ്ധത വെച്ചു പുലർത്തുന്ന ആളാണ് സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിൻ. നമുക്കറിയാം, പല രീതിയിൽ സനാതനധർമ്മത്തെ അടക്കം ആക്ഷേപിച്ചുകൊണ്ട് ഉദയനിധി സ്റ്റാലിന്റെ പരാമർശങ്ങളുണ്ടായിരുന്നു. സ്റ്റാലിന്റെ പരാമർശങ്ങൾ നിരന്തരം ഉണ്ടായിരുന്നു. ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അട്ടിമറിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിൽ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ആരാധനാലയങ്ങൾക്കെതിരെയെല്ലാം വലിയ രീതിയിലുള്ള സമീപനങ്ങൾ, ആരാധനാലയങ്ങളെ മാത്രമല്ല അനുഷ്ഠാനങ്ങളെ അടക്കം എതിർത്തുകൊണ്ടുള്ള സമീപനങ്ങൾ സ്റ്റാലിന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ട് തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നു. അങ്ങനെ നിരന്തരം ഇത്തരത്തിൽ ഹിന്ദു വിരുദ്ധത വെച്ചു പുലർത്തുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങൾക്കും യാതൊരു തരത്തിലുള്ള വില പോലും കൽപ്പിക്കാത്തൊരു വ്യക്തിയെ അയ്യപ്പ ഭക്ത സമ്മേളനത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സമ്മേളനത്തിലേക്ക് എത്തിക്കുക എന്നത് അത് ഹൈന്ദവ വിശ്വാസത്തോടും ധർമ്മത്തോടുമുള്ള എതിർപ്പാണെന്ന് ഹൈന്ദവ സംഘടനകളും പറഞ്ഞിരുന്നു. ശക്തമായ രീതിയിൽ പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ സ്റ്റാലിൻ എന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഹിന്ദു വിരുദ്ധത നിരന്തരം തുറന്നു കാട്ടുകയും ഈ വാർത്തയ്ക്ക് ശേഷം, അതായത് സ്റ്റാലിൻ എത്തും എന്നതിന് ശേഷം നിരന്തരം സ്റ്റാലിന്റെ ഹൈന്ദവ വിരുദ്ധത ജനം ടി വി തുറന്നു കാട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇതോടുകൂടി തന്നെ പ്രതിഷേധം ശക്തമായതോടുകൂടി തന്നെയാണ് സ്റ്റാലിൻ എത്തുന്നില്ല എന്നത് തീരുമാനത്തിലേക്ക് എത്തുന്നത്, സ്റ്റാലിന്റെ പിന്മാറ്റത്തിലെത്തിക്കുന്നത്. അതായത് സ്റ്റാലിൻ അയ്യപ്പ സമ്മേളനത്തേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് അയ്യപ്പ വേദി സാക്ഷ്യം വഹിക്കേണ്ടി വരും. മാത്രമല്ല, ഹൈന്ദവ സംഘടനകളും പറഞ്ഞിരുന്നു ശക്തമായ രീതിയിൽ ഈ വേദിയിലേക്ക് അടക്കം, അല്ലെങ്കിൽ ഈ സ്റ്റാലിൻ പങ്കെടുക്കുന്ന പരിപാടിയിലെല്ലാം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നതടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. നമുക്കറിയാം, ഈ അയ്യപ്പ സമ്മേളനം എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സർക്കാരിന്റെ സ്റ്റണ്ട് ആണ് എന്ന് തന്നെയാണ് ഭക്തർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. കാരണം ഇത്തരത്തിൽ 2018 ഈ യുവതീ പ്രവേശനം നടത്തിക്കൊണ്ട്, മാത്രമല്ല ഇരുട്ടിന്റെ മറവിൽ യുവതികളെ തലയിൽ മുണ്ടിടിപ്പിച്ചുകൊണ്ട് സന്നിധാനത്തിൽ കയറ്റിയതും സംസ്ഥാന സർക്കാരാണ്, ഇതേ സർക്കാരാണ്, പിണറായി സർക്കാരാണ്. മാത്രമല്ല, ഈ യുവതീ പ്രവേശനത്തെ അടക്കം വലിയ രീതിയിൽ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ച ഒരു ഭരണകൂടമാണ് സംസ്ഥാനത്തെ ഇടതുപക്ഷ ഭരണകൂടം. എന്നിരിക്കെ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആഗോള അയ്യപ്പ സമ്മേളനം നടക്കുന്നതിന്റെ ലക്ഷ്യത്തിന് പിന്നിൽ മറ്റൊന്നുമില്ല, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്ന് സംസ്ഥാനത്തെ എല്ലാവിധ ഭക്തജനങ്ങൾക്കും മാത്രമല്ല മറ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെയുള്ള അയ്യപ്പ സമ്മേളനം നടത്തുമ്പോൾ അയ്യപ്പ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിക്കൊണ്ട് എത്തിക്കുന്ന ആളുടെ ചരിത്രം കൂടി നമുക്ക് പിന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ചരിത്രം കൂടി പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ നിരന്തരം ഹൈന്ദവ വിരുദ്ധത വെച്ചു വരുത്തുന്ന ഒരു ആൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും, ഭക്തർക്കും മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാലിൻ എത്തുന്നതിനെതിരെ പ്രതിഷേധം വന്നത്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഒരു തട്ടിക്കൂട്ട് അയ്യപ്പ സമ്മേളനമാണ് എന്നത് ഭക്തരും പറയുവാൻ കാരണം സർക്കാരിന് എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവിടെ കൊണ്ടെത്തിക്കുന്ന അതിഥികളിലും ഇത്തരത്തിൽ ഉള്ള ആളുകളാവാൻ പാടില്ല എന്നൊരു ഭക്തർ നേരത്തെ പറയുകയും
ചെയ്തു, ഹൈന്ദവ സംഘടനകളും വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആണ് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സ്റ്റാലിൻ പിന്മാറുന്ന നിലയിലേക്ക് എത്തിയത്. കാരണം വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായി കഴിഞ്ഞാൽ അത് പിന്നീട് അതൊരു മറ്റു തലങ്ങളിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സ്റ്റാലിൻ്റെ പിന്മാറ്റം. എന്നാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങളും വാർത്തകളും ഫലം കണ്ടിരിക്കുന്നു. എം.കെ. സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സമ്മേളനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ശരി.